എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. SSLC ഫിസിക്സ് എക്സാമിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ ചാപ്റ്ററിന്റെയും സമഗ്ര ക്വസ്റ്റ്യൻ പൂളത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ അല്ലെങ്കിൽ ഇഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ക്ലാസ്സുകൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇന്ന് അതിന്റെ ലാസ്റ്റ് പാർട്ടാണ്. അപ്പം ഇന്നത്തെ ക്ലാസ്സും വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങളെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം ഒന്നിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇൻ കേസ് നിങ്ങൾ ആ ക്ലാസ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടി കാണണം. ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫൈൻഡ് ദ റിലേഷൻ ഇൻ ദ ഫസ്റ്റ് ദെൻ കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ. ഉചിതമായ പദം ജോഡി കണ്ടെത്തുക. ഇപ്പൊ ഒരു റിലേഷൻ തന്നിട്ടുണ്ട്, അതേപോലെ മറ്റൊരു ടേം തന്നിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തായിരിക്കും ആൻസർ വരിക എന്നുള്ളതാണ് എഴുതേണ്ടത്. ബൾബ്, ലൈറ്റിംഗ് എഫക്റ്റ്, സേഫ്റ്റി ഫ്യൂസ് എന്തുകൊണ്ട്? അപ്പം ബൾബ് വർക്ക് ചെയ്യുന്നത് ലൈറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ വൈദ്യുതിയുടെ പ്രകാശഫലം കൊണ്ടാണ് ബൾബ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ സേഫ്റ്റി ഫ്യൂസ് എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്? ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് വെച്ചിട്ടാണ് ഫ്യൂസ് വർക്ക് ചെയ്യുന്നത്. അപ്പം 1 മാർക്ക് അവിടെ കിട്ടും. നിക്രോം, ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഫ്യൂസ് വയറിന് നമുക്കറിയാം ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അപ്പം നിക്രോം ഉയർന്ന ദ്രവണാങ്കം, ഫ്യൂസ് വയർ താഴ്ന്ന ദ്രവണാങ്കം. അപ്പൊ അങ്ങനെ ഈസി ആയിട്ട് 2 മാർക്ക് സ്കോർ ചെയ്യാം ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഏതെങ്കിലും 2 താപന ഉപകരണങ്ങൾ എഴുതുക. താപന ഉപകരണങ്ങളിലെ ഹീറ്റിംഗ് കോയിൽ നിർമ്മിച്ചിരിക്കുന്ന ലോഹസങ്കരത്തിലെ ഘടകലോഹങ്ങൾ ഏതെല്ലാം? 100 ഓം പ്രതിരോധമുള്ള ചാലകത്തിലൂടെ 1 ആംപിയർ വൈദ്യുതി 1 മണിക്കൂർ പ്രവഹിച്ചാൽ എത്ര ജൂൾ താപം ഉണ്ടാകും? അതായത് നെയിം any two electrical heating devices. Name the constituent metal in the alloy used to make the heating coil of a heating appliance. Calculate the heat energy produced when 1 ampere current flows through 100 ohm resistance wire for 1 hour. അപ്പം 2 ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് ഡിവൈസസ്, അപ്ലയൻസസ്, സ്ഥാപന ഉപകരണങ്ങൾ എഴുതുക. നമുക്ക് ഏത് വേണമെങ്കിലും എഴുതാം. വാട്ടർ ഹീറ്റർ, സോൾഡറിങ് അയൺ, വൈദ്യുത അടുപ്പ്, പിന്നെന്താ നമ്മൾ കെറ്റിൽ, നമുക്ക് എഴുതാൻ പറ്റും. ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. അപ്പോൾ 1 മാർക്ക്. അപ്പോൾ 1-ന് അര മാർക്കാണ് അവിടെ കിട്ടുക. താപന ഉപകരണങ്ങളിലെ ഹീറ്റിംഗ് കോയിൽ നിർമ്മിച്ചിരിക്കുന്ന ലോഹസങ്കരത്തിലെ ഘടകലോഹങ്ങൾ എന്തെല്ലാം? ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സാധാരണ ഘടകലോഹങ്ങളൊക്കെ നമ്മൾ കെമിസ്ട്രിയിലാണ് പഠിക്കുന്നത്. പക്ഷേ ഇത് ക്വസ്റ്റ്യൻ പൂളത്തെ ക്വസ്റ്റ്യൻ ആണ്. റെയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഘടകലോഹങ്ങൾ നമുക്കറിയാം നിക്രോം ആണ്. അപ്പം നിക്കൽ, ക്രോമിയം, മാംഗനീസ് ആൻഡ് അയൺ ആണ് നിക്രോമിനകത്ത് ഉള്ളത്. ഇനി 100 ഓം പ്രതിരോധമുള്ള ചാലകത്തിലൂടെ 1 ആംപിയർ വൈദ്യുതി 1 മണിക്കൂർ പ്രവഹിച്ചാൽ എത്ര ജൂൾ താപം ഉണ്ടാകും? എത്ര ജൂൾ താപം ഉണ്ടാകുന്നത്? പ്രതിരോധം എത്ര തന്നിട്ടുണ്ട്? 100 ഓം തന്നിട്ടുണ്ട്. കറണ്ട് 1 ആംപിയർ ആണ്. പിന്നെ വേറെന്താ തന്നിരിക്കുന്നത്? 100 ഓം പ്രതിരോധമുള്ള ചാലകത്തിലൂടെ 1 മണിക്കൂർ, ടൈം 1 മണിക്കൂറിന് തന്നിട്ടുണ്ട്. മണിക്കൂർ എന്നുള്ളത് എന്താണ്? മണിക്കൂർ എന്നുള്ളത് നമ്മുടെ SI യൂണിറ്റ് അല്ല. അപ്പൊ എന്ത് പറ്റും? സെക്കൻഡ്സ് ആണ് SI യൂണിറ്റ് ഓഫ് ടൈം. അപ്പം 3600 സെക്കൻഡ്സ് എന്ന് കൊടുക്കുക. അപ്പൊ നമ്മുടെ ജൂൾ കറണ്ട് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഡയറക്റ്റ് ഫോർമുല ജൂൾസ് ലോ എന്നുള്ള ഫോർമുല എടുത്താൽ മതി. H=I²RT വെച്ചാൽ നമുക്ക് ആൻസർ ഈസി ആയിട്ട് കിട്ടും. അപ്പം നിക്കൽ, ക്രോമിയം, അയോൺ എഴുതിയാൽ നിങ്ങൾക്ക് ഇവിടെ മാർക്ക് കിട്ടും. നിക്കൽ, ക്രോമിയം, അയോൺ നമ്മുടെ മെയിൻ ആയിട്ട് നമ്മൾ നിക്രോം ആണ് ഹീറ്റിംഗ് കോയിൽ യൂസ് ചെയ്യുന്നത്. അപ്പം അതാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, അതിന് അവിടെ 1 മാർക്കാണ് അവിടെ വരുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി heat energy produced in a current carrying conductor is equal to the product of square of the current through the conductor, resistance of the conductor and the time for which the current flows. Which law is stated above? ഈ പറഞ്ഞിരിക്കുന്നത് ഏത് ലോ ആണെന്നാണ് ക്വസ്റ്റ്യൻ. വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിന്റെയും ചാലകത്തിന്റെ പ്രതിരോധത്തിന്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിന്റെയും ഗുണനഫലത്തിന് തുല്യമായിരിക്കും.
അവിടെ ഒരു ഡൗട്ടും ഇല്ല, നമുക്കറിയാം അത് ജൂൾ നിയമമാണ്, ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് ആണ് എന്ത് ആ നിയമം. If we increase the current 10 times, what will be the increase in heat energy produced? അവിടെ ഒരു ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹം 10 മടങ്ങ് വർദ്ധിപ്പിച്ചാൽ, ഇഫ് യു ഇൻക്രീസ് ദ കറന്റ് 10 ടൈംസ്, അവിടെ ഉണ്ടാകുന്ന താപം എത്ര മടങ്ങായി വർദ്ധിക്കും? അപ്പൊ നമുക്കറിയാം ഹീറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ കറന്റ്. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിന് പ്രപ്പോർഷണൽ ആണ് എന്ത്, നേരനുപാതത്തിലാണ് എന്ത് താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പം പുതിയ കറണ്ട് എത്രയാണ്? 10 ടൈംസ് ദ ഫസ്റ്റ് കറണ്ട്, 10 ടൈംസ് ദ ആക്ച്വൽ കറണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹീറ്റ് 100 മടങ്ങായി വർദ്ധിക്കും, 100 മടങ്ങ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ചാലക 10 മടങ്ങ് വർദ്ധിപ്പിച്ചാൽ അവിടെ ഉണ്ടാകുന്ന താപം എത്ര മടങ്ങായി വർദ്ധിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ കറണ്ടിൻ്റെത് മാത്രമാണ് അവിടെ നമ്മൾ നോക്കേണ്ടത്. അപ്പം താപം 100 മടങ്ങായിട്ട് വർദ്ധിക്കും. If double the resistance of the conductor, what will be the change in the heat energy produced? അപ്പൊ അവിടെ എന്താ ചോദിക്കുന്നത്? സർക്യൂട്ടിലെ ചാലകത്തിന്റെ പ്രതിരോധം 2 മടങ്ങായി വർദ്ധിപ്പിച്ചാൽ R dash is equal to 2 times R. അപ്പം R dash 2 times R ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? കറണ്ട് എന്ത് പറ്റും? കറണ്ട് I is equal to കറണ്ട് I dash is equal to I by 2 now. അപ്പം നമുക്കറിയാം ഹീറ്റ് is directly proportional to square of the current. അപ്പൊ അവിടെ കറണ്ട് എന്ത് പറ്റും? കറണ്ട് അതേപോലെ അത് കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ട്, ഹീറ്റ് കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ട് കുറയും. ഓക്കെ, പ്രതിരോധം 2 മടങ്ങായി വർദ്ധിപ്പിച്ചാൽ, അപ്പം പ്രതിരോധം 2 മടങ്ങായ കറണ്ട് കുറയുവാണ് അവിടെ ചെയ്യുന്നത്. അപ്പം അത്രയാണ് നമ്മൾ അവിടെ ആൻസർ പറയേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പദജോഡി കണ്ടെത്തി പൂരിപ്പിക്കുക. അപ്പൊ ഇതൊരു പ്രത്യേക ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഒരു റിലേഷൻ തരും, എന്നിട്ട് അതുപോലെയുള്ള അടുത്ത വേർഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. വൈദ്യുതോർജം, താപോർജം, താപഫലം, ഇലക്ട്രിക് സ്റ്റൗ. വൈദ്യുതോർജം, രാസോർജം, രാസഫലം, അതിന് കണക്കായിട്ട് എന്താണ് വരിക എന്നുള്ളത്. ഇലക്ട്രിക്കൽ എനർജി ടു ഹീറ്റ് എനർജി, ഹീറ്റിംഗ് എഫക്ട് ഏതിലാണ് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിക് സ്റ്റൗ ആണ് അവിടെ എക്സാമ്പിൾ തന്നിരിക്കുന്നത്, ക്വസ്റ്റ്യൻ ആണത്. അതേപോലെ ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി ടു കെമിക്കൽ എഫക്ട്, കെമിക്കൽ എഫക്റ്റിൽ വരുന്നത് എന്താണ്? സ്റ്റോറേജ് ബാറ്ററി ആണ് അവിടെ നമ്മൾ ആൻസർ ചെയ്തിട്ടുള്ളത്. ഈസി ആയിട്ട് ഒരു മാർക്ക് സ്കോർ ചെയ്യാം. A and B are two electrical devices. Device A 230 volt and 1000 watts. Device B 230 volt 50 watts. If both the devices are working for the same time, which among will produce electrical energy? 2 വൈദ്യുത ഉപകരണങ്ങൾ തന്നിട്ടുണ്ട്, അതിന്റെ വാട്ടേജും വോൾട്ടേജും തന്നിട്ടുണ്ട്. ഇവ ഒരേ സമയം പ്രവർത്തിപ്പിച്ചാൽ ഏതായിരിക്കും കൂടുതൽ വൈദ്യുതോർജം ഉപയോഗിക്കുന്നത്? ഇവയിൽ പ്രതിരോധം കൂടിയ ഉപകരണം ഏത്? നിഗമനം സാധൂകരിക്കുക. അപ്പം രണ്ടും ഒരേ സമയം അല്ലെ, വർക്കിംഗ് ഫോർ ദ സെയിം ടൈം, വിച്ച് എമംഗ് ദ ഫോളോയിങ് വിൽ പ്രൊഡ്യൂസ് മോർ ഇലക്ട്രിക്കൽ എനർജി. അപ്പൊ എ എന്നുള്ളത് 230 വോൾട്ടും ബിയും 230 വോൾട്ട് ആണ്. എന്റെ വാട്ടേജ് 1000 വാട്ട്സും ബിന്റെ വാട്ടേജ് 50 വാട്ട്സും ആണ്. അപ്പം നമ്മൾ എങ്ങനെയാ ഇത് പറയാം? ഇവയിൽ ഒരേ സമയം പ്രവർത്തിപ്പിച്ചാൽ ഏതായിരിക്കും കൂടുതൽ വൈദ്യുതോർജം ഉപയോഗിക്കുന്നത്? എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ആണ്. പവർ ഇവിടെ ഡിവൈസ് എക്കാണ് പവർ കൂടുതൽ. നമുക്ക് എന്ത് പറയാം? എനർജി ഈക്വൽസ് ഇതിന്റെ എക്സ്പ്ലനേഷൻ പവർ ഇൻറ്റു ടൈം ആണ്. പവർ കൂടുതൽ ഏതിനാണ്? രണ്ടിന്റെയും വോൾട്ടേജ് ഒന്നാണ്, അത് കാരണമാണ് നമുക്ക് ഡയറക്റ്റ് ഈ റിലേഷൻ എടുക്കാൻ പറ്റുന്നത്. അപ്പം പവർ കൂടിയ ഉപകരണമായിരിക്കും ഏറ്റവും കൂടുതൽ വൈദ്യുതോർജം ഉപയോഗിക്കുന്നത്. Which device has more resistance? Justify your answer. നമുക്കറിയാം R is equal to V square divided by P ആണ്. അപ്പം ഫസ്റ്റിന്റെ നമുക്ക് എന്താ പറയുക, റെസിസ്റ്റൻസ് ഓഫ് ഡിവൈസ് എ ദാറ്റ്സ് ഈക്വൽ ടു V square 230 സ്ക്വയർ ഡിവൈഡഡ് ബൈ പവർ 1000 അല്ലെ. അതേപോലെ ഇവിടെ രണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിന്റെയും മലയാളം മീഡിയത്തിന്റെയും ക്വസ്റ്റ്യൻ ഇത്തിരി വ്യത്യാസമുണ്ട്, വാല്യൂ തന്നതിൽ വ്യത്യാസമുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ആൻസർ സെയിം തന്നെയാണ് ഇവിടെ വരിക. റെസിസ്റ്റൻസ് ഓഫ് ബി ഡിവൈസ് ബി ഇസ് ഈക്വൽ ടു 230 സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഞാൻ മലയാളം മീഡിയത്തിന്റെ 500 വാട്ട്സ് എടുക്കുകയാണ്, അപ്പം 500 എന്ന് വരും. അപ്പൊ ഇവിടെ എന്താണ്? പ്രതിരോധം കൂടിയ ഉപകരണം
രണ്ടിന്റെയും വോൾട്ടേജ് സെയിം ആണ്. പ്രതിരോധം കൂടിയ ഉപകരണം എന്ന് പറയുമ്പോൾ ഏതിലാണോ റെസിസ്റ്റൻസ് കുറവുള്ളത്, അല്ലെ, പ്രതിരോധം കൂടിയ ഉപകരണം, അപ്പോൾ പവർ കുറവുള്ളതിനായിരിക്കും എന്ത് റെസിസ്റ്റൻസ് കൂടുതൽ. അപ്പൊ പ്രതിരോധം കൂടുമ്പോൾ പവർ കുറയുന്നു, പ്രതിരോധം കുറയുമ്പോൾ പവർ കൂടുന്നു. എന്ത് അത് ആ റിലേഷൻ നമുക്ക് എടുക്കാൻ പറ്റുന്ന എപ്പോഴാണ്? വോൾട്ടേജ് സെയിം ആകുമ്പോഴാണ് ആ ഇക്വേഷൻ നമുക്ക്, ആ റിലേഷൻ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ ഏതിനാണ് പവർ കുറവുള്ളത്? പവർ കുറവുള്ളത് ഡിവൈസ് ബി ആണ്. ഈ രണ്ട് ക്വസ്റ്റ്യനിലായാലും ഇവിടെ 50 വാട്ട്സ് എടുത്താലും ഇവിടെ 500 വാട്ട്സ് എടുത്താലും സെയിം പവർ കുറവ് ഏതിനാണ്? 1000 വാട്ട്സ് കമ്പയർ ചെയ്യുമ്പോൾ പവർ കുറവ് ഡിവൈസ് ബി ആണ്. അപ്പൊ ഡിവൈസ് ബിക്കാണ് എന്ത് റെസിസ്റ്റൻസ് കൂടുതലുള്ളത്. ഇനി ആദ്യം അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ ഉത്തരം ബ്രാക്കറ്റിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതുക. ഇത് 1 മാർക്കിനുള്ള ടൈപ്പാണ്, നന്നായിട്ട് നോക്കി പഠിക്കുക. വൈദ്യുതിയുടെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ഒരു ഉപകരണം, ഫാൻ, LED, ഫ്യൂസ്, CFL. അപ്പം ഫാനും ഇതൊക്കെ എന്താണ് നമുക്കറിയാം, അവിടെ താപഫലം അല്ല ഉപയോഗിക്കുന്നത്. ഫ്യൂസിലാണ് നമ്മൾ വൈദ്യുതിയുടെ താപഫലം ഉപയോഗിക്കുന്നത്. ഈസി ആയിട്ട് 1 മാർക്ക് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ ന്യൂമറിക്കലാണ്. പവർ 240 volt power supply is maintained in a household circuit. Find the resistance of heating coil of an electric iron if 2 ampere current is flowing through it. അപ്പം വോൾട്ടേജ് എത്ര തന്നിരിക്കുന്നത്? 240 വോൾട്ട്. ഗൃഹവൈദ്യുതീകരണ സർക്യൂട്ടിൽ ലഭ്യമാകുന്നത് 240 വോൾട്ട് ആണ്. ഇലക്ട്രിക് ഇസ്തിരിപ്പെട്ടി പ്ലഗിൽ ബന്ധിപ്പിച്ചപ്പോൾ 2 ആംപിയർ കറണ്ട് പ്രവഹിക്കുന്നു. I = 2 ആംപിയർ. അപ്പം റെസിസ്റ്റൻസ്, പ്രതിരോധം കാണണം. R = V/I. ഇവിടെ നോക്കൂ, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫോർമുല എഴുതി കഴിഞ്ഞാൽ 1/2 മാർക്ക്, കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 മാർക്ക്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ 1/2 മാർക്കാണ് അവിടെ വരുന്നത്. അപ്പം R = V/I. V 240, കറണ്ട് 2 ആംപിയർ. അപ്പം 120 ഓം ആണ് എന്ത്. യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് എഴുതണം, അത് എഴുതിയിട്ടില്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടില്ല അവിടെ. How much electrical energy is consumed when this device works for 5 minutes? അപ്പം ടൈം എത്രയാണ്? 5 മിനിറ്റ്. ഈ ഇസ്തിരിപ്പെട്ടി 5 മിനിറ്റ് പ്രവർത്തിപ്പിച്ചാൽ ഉപയോഗിക്കുന്ന വൈദ്യുത ഊർജം എത്ര? ടൈം T = 5 മിനിറ്റ്. അപ്പൊ നമുക്ക് എഴുതാം എന്ത്, H = I²RT ഉണ്ട്. അപ്പൊ ഏതൊക്കെ തന്നിരിക്കുന്ന? കറണ്ട് ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ഏത് ഇക്വേഷൻ വേണമെങ്കിലും എടുക്കാം, നമുക്ക് എല്ലാ വാല്യൂസും ഉണ്ട്. അപ്പം സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ എന്താണ്? എനർജി H = VIT. ഡയറക്റ്റ് നമ്മൾ സ്ക്വയർ ഒന്നും ചെയ്യണ്ടല്ലോ, അത് കാരണമാണ് ഈ ഇക്വേഷൻ എടുത്തത്. V എത്രയാണ്? 240. കറണ്ട് എത്രയാണ്? 2 ആംപിയർ മൾട്ടിപ്ലൈഡ് ബൈ ടൈം. ഇവിടെ നമ്മൾ ഓർമ്മിക്കണം, ടൈം മിനിറ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പം 5 × 60. ഓക്കെ, 5 × 60, അതാണ് ഇവിടെ 300 എഴുതിയിരിക്കുന്നത്. എപ്പോഴും സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് എന്ത്? 144 × 10³ ജൂൾസ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് കാൽക്കുലേഷൻ തെറ്റാതെ ചെയ്യുക, അത്ര മാത്രമേ അവിടെ ചെയ്യാനുള്ളൂ. ഏറ്റവും ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ABC കോളങ്ങളിൽ നൽകിയവ ഏറ്റവും അനുയോജ്യമായി ചേർത്തെഴുതുക. അപ്പൊ 2020 ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടവർക്കറിയാം, ഇതുപോലെ ടേബിൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു 2020 ക്വസ്റ്റ്യനിൽ. ഇതല്ല, വേറൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഏറ്റവും അനുയോജ്യമായി ചേർത്തെഴുതുക. അപ്പൊ ഇത് എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും നിങ്ങൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പൊ ഹീറ്റർ ഏതാണ്? ഹീറ്റിംഗ് കോയിൽ ആണ് യൂസ് ചെയ്യുന്നത്. അത് ഏതാണ്? വൈദ്യുതിയുടെ താപഫലം. ബൾബ് ഇതിൽ നമുക്ക് ഈ ബി കോളത്തിൽ ഏതാണ് ബൾബിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്? ഫിലമെന്റ് ആണ്. മൂന്നാമത്തെ കോളത്തിൽ ഏതാണ് ഏറ്റവും പ്രകാശഫലം? മൈക്രോഫോണിൽ ഏതാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഇവിടെ എക്സ്ട്രാ തന്നിട്ടുണ്ട്, 2ൽ 4 തന്നിട്ടുണ്ട് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മൈക്രോഫോണിൽ വോയിസ് കോയിൽ ആണ്. വോയിസ് കോയിൽ ഏതുകൊണ്ടാണ്? വൈദ്യുത കാന്തിക പ്രേരണം എന്നുള്ള തത്വമാണ് അവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ അടുത്ത ചാപ്റ്ററിലാണ് പഠിച്ചത്, പക്ഷെ നമ്മൾ ഫൈനൽ എക്സാമിന് വരുമ്പോൾ എല്ലാ ചാപ്റ്ററും കൂടി ഒന്നിച്ചാണ് എഴുതുന്നത്. അപ്പം ഇവിടെ നോക്കൂ, ആർമേച്ചറും രാസബലും എക്സ്ട്രാ നിൽക്കുന്നുണ്ട്. അത് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ടേബിൾ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ക്വസ്റ്റ്യൻ. സെയിം ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഹീറ്റർ, ഹീറ്റിംഗ് കോയിൽ, ഹീറ്റിംഗ് എഫക്ട്, ബൾബ്, ഫിലമെന്റ്, ലൈറ്റിംഗ് എഫക്ട്, മൈക്രോഫോൺ, വോയിസ് കോയിൽ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ആർമേച്ചറിന്റെ ആവശ്യമില്ല അവിടെ. The question, the cautionary measures are given while the fuse wire is included in the circuit. Fuse wire should not extend out to the carrier base.
Edges of the fuse wire should be fixed firmly. Fuse wire should be connected in parallel to the circuit. Which statement among the above is correct? 3 തന്നിട്ടുണ്ട്. ഫ്യൂസ് വയർ സർക്യൂട്ടിൽ ഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. ഫ്യൂസ് വയർ കാരിയർ ബേസിൽ നിന്ന് പുറത്ത് തള്ളി നിൽക്കരുത്. ഫ്യൂസ് വയറിന്റെ അഗ്രങ്ങൾ ദൃഢമായി ബന്ധിപ്പിക്കണം. സർക്യൂട്ടിൽ സമാന്തരമായാണ് ഫ്യൂസ് ഘടിപ്പിക്കേണ്ടത്. ഇതിൽ ശരിയായ പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവന ശരിയാക്കി എഴുതണം. വിച്ച് സ്റ്റേറ്റ്മെന്റ് among the above is correct? Rewrite the wrong statement after necessary corrections. Fuse wire should not extend out of the carrier base. Edges of the fuse wire should be fixed firmly. ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? 1ഉം 2ഉം ശരിയായ പ്രസ്താവനയാണ്. Fuse wire should be connected in parallel to the circuit. ഈ പ്രസ്താവന തെറ്റാണ്. എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്? പാരലൽ കണക്ഷൻ ആണ് തന്നിരിക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫ്യൂസ് വയർ ഷുഡ് ബി കണക്റ്റഡ് ഇൻ പാരലൽ ടു ദ സർക്യൂട്ട്. പാരലൽ ആയിട്ടല്ല കണക്ട് ചെയ്യേണ്ടത്, സീരീസ് ആയിട്ടാണ് ഫ്യൂസ് വയറും സ്വിച്ചും എല്ലാം നമ്മൾ സീരീസ് ആയിട്ട് വേണം കണക്ട് ചെയ്യാൻ. അപ്പൊ നമുക്ക് എന്ത് എഴുതണം? റീറൈറ്റ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് ആഫ്റ്റർ നെസസറി കറക്ഷൻ. അപ്പൊ എങ്ങനെ റീറൈറ്റ് ചെയ്യുക? ഫ്യൂസ് വയർ ഷുഡ് ബി കണക്റ്റഡ് ഇൻ സീരീസ് ടു ദ സർക്യൂട്ട്. അപ്പൊ എങ്ങനെ എഴുതും? സർക്യൂട്ടിൽ ശ്രേണിയായിട്ടാണ് വൈദ്യുത ഫ്യൂസ് ഘടിപ്പിക്കേണ്ടത്. അതാണ് അവിടുത്തെ ആൻസർ. അടുത്ത ആദ്യം ഒരു പ്രോബ്ലം ആണ്. വൈദ്യുത ഹീറ്ററിൽ 800 വാട്ട് 400 വോൾട്ട് എന്ന് ആലേഖനം ചെയ്തിരിക്കുന്നു. ഇതുകൊണ്ട് എന്താണ് മനസ്സിലാക്കേണ്ടത്? In an electric heater, 800 watt 400 volt is labeled. What does it mean? എന്താണ് അതിന്റെ മീനിങ്? In 400 volt power supply, the power is 800 watt. 400 വോൾട്ട് നമ്മൾ സപ്ലൈ കൊടുക്കുമ്പം ഉപകരണത്തിന്റെ പവർ 800 വാട്ട് ആയിരിക്കും എന്നാണ് എന്ത് ഇങ്ങനെയുള്ള ഒരു സ്പെസിഫിക്കേഷൻ. ഇങ്ങനെ ഒരു ബൾബിൽ മാത്രമല്ല, ഇത് ഹീറ്റർ, വൈദ്യുത ഹീറ്ററിൽ ഏത് ഡിവൈസിലായാലും അതിന്റെ പവറും വോൾട്ടേജും തന്നിരിക്കുന്നത് നോക്കിയാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വോൾട്ടേജ്, അതിൽ പറഞ്ഞ വോൾട്ടേജ് കൊടുത്താൽ അതിന്റെ പവർ എത്രയാണെന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഉപകരണത്തിന് 200 വോൾട്ട് നൽകിയാൽ ഉപകരണത്തിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് എത്ര? ഇത് ഒരുപാട് കഴിഞ്ഞ 2 ക്ലാസ്സുകളും ഈ ക്ലാസ്സും കണ്ട എല്ലാവർക്കും അറിയാം. ഈ ഒരു ടൈപ്പ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ പോളിൽ. അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് അത്രയും പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ഷുവറായിട്ടും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ഉപകരണത്തിന് 200 വോൾട്ട് നൽകിയാൽ, അപ്പൊ നമുക്കറിയാം, ഞാൻ ആദ്യം മുതലേ ഞാൻ പറഞ്ഞു തരുന്ന അതേ മെത്തേഡ് തന്നെയാണ് എപ്പോഴും ചെയ്യാൻ പോകുന്നത്. അപ്പം P1 is equal to 800 watt, V1 is equal to 400 volt, V2 is equal to 200 volt, P2 is equal to what? അല്ലെ? അപ്പൊ എത്രയാണെന്നാണ്. അതായത് 400 വോൾട്ടിൽ 800 വാട്ട് പവർ ഉള്ള ഡിവൈസിനെ നമ്മൾ 200 വോൾട്ടിൽ കണക്ട് ചെയ്താൽ എത്ര പവർ ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ സെയിം ഡിവൈസ് ആണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. ഈ ഡിവൈസിന്റെ റെസിസ്റ്റൻസ് സെയിം ആയിരിക്കും. R is equal to V1 square by P1 is equal to V2 square by P2. നമ്മൾ എവിടെ നിന്നാണ് ഇക്വേഷൻ എടുക്കുന്നത്? P is equal to V square by R എന്നുള്ള ഇക്വേഷൻ എന്നാണ് നമ്മൾ ഈ ആറിന്റെ ഇക്വേഷൻ എടുത്തത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് P2 അല്ലേ കണ്ടുപിടിക്കേണ്ടത്. P2 is equal to V2 square by V1 square into P1. V2 square, V2 എത്രയാണ്? 200 divided by 400 square into P1 800. അപ്പൊ എത്ര കിട്ടും? P2 is equal to 200 by 400 എന്ന് പറഞ്ഞാൽ എന്താണ്? 200 by 400 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 1/2 into 1/2 square. അപ്പൊ 1/2 the whole square into 800. അപ്പൊ 800 by 4 എന്ന് വരും. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 200 watts എന്ന് കിട്ടും. അപ്പൊ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം കറണ്ടും വേണം. പ്രവഹിക്കുന്ന കറണ്ട് എത്ര, ഹീറ്ററിന്റെ പവർ എത്ര. കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? I is equal to V by R. V എത്രയാണ്? നമ്മള് വോൾട്ടേജ് 200 ആണ് കൊടുക്കുന്നത്. റെസിസ്റ്റൻസ് എത്ര കിട്ടി? റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. റെസിസ്റ്റൻസ് അപ്പൊ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കണം. R is equal to V square by P കണ്ടുപിടിച്ച് റെസിസ്റ്റൻസ് 200 ഓം ആണ്. അപ്പൊ 200 by 200 1 ആംപിയർ എന്നും കിട്ടും. ഇതിലെല്ലാം ഡാറ്റ സഫീഷ്യന്റ് ആയിട്ട് ഡാറ്റ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇക്വേഷൻസ്, ആ 3 ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന
ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത്രയാണ് സമഗ്രന്റെ ക്വസ്റ്റ്യൻ പൂളത്തെ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്നുള്ള ചാപ്റ്ററിലുള്ളത്. ഏകദേശം 36 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു 3 പാർട്ടായിട്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് ഷുവറായിട്ട് ഒന്ന് ഫുൾ മാർക്ക് കിട്ടാൻ പറ്റും. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഡിസ്കഷൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ സമഗ്രന്റെ ക്വസ്റ്റ്യൻ പൂളത്തെ വൈദ്യുത കാന്തിക ഫലം മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ള ചാപ്റ്ററത്തെ ക്വസ്റ്റ്യൻ പൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പം ക്ലാസ്സുകൾ ഞാൻ റെഗുലർ ആയിട്ട് അപ്ലോഡ് ചെയ്യും. എക്സാം കഴിയുന്നവരെ എന്തായാലും ഞാൻ റെഗുലർ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ക്വസ്റ്റ്യൻസ് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ഇനി ബോർഡ് എക്സാം ആവുന്നത് വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എല്ലാ വീക്കും ഞാൻ ക്വസ്റ്റ്യൻസ് ഇടുന്നതായിരിക്കും എക്സാം വരെ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വൈദ്യുത കാന്തിക ഫലം എന്നുള്ള ചാപ്റ്ററിന്റെ സമഗ്ര ക്വസ്റ്റ്യൻ പൂളായിട്ട് കാണാം. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.